വയനാട്ടിലെ കാട്ടാന ആക്രമണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. വനം മന്ത്രി, വയനാട്ടിലെ MLA മാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അതിനിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചാലി ഗദ്ദയിലെ അജീഷിന്റെ വീട് പ്രതിപക്ഷ നേതാവ് 3 മണിയോടെ സന്ദർശിക്കും. വിവരങ്ങളുമായി സൈഫ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന്. സൈഫ്, ഉന്നതതല യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലം എന്താണ്? അപ്പം അതിലെന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാവുമെന്നാണ് വിചാരിക്കുന്നത്? ആനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വയനാട്ടിൽ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. വനം മന്ത്രി, വയനാട്ടിലെ MLA മാരും വനംവകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ റൂമിൽ വെച്ചായിരിക്കും, ഓഫീസിൽ വെച്ചായിരിക്കും ഈ ചർച്ച നടക്കുന്നത്. അതിപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർച്ചയായ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് വരുന്നത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ യോഗം നടക്കുന്നത്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. ഈ ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തതാണ്. പക്ഷേ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വനമന്ത്രി യോഗത്തിൽ മുഖ്യമന്ത്രിയോട് വിശദീകരിക്കും. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള MLA മാർ, ഇപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നപ്പോൾ T. സിദ്ദീഖ് അടക്കമുള്ളവർ അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക മുന്നോട്ട് വെച്ചിരുന്നു. ആ ആശങ്ക എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ചർച്ചകളും ഇന്നത്തെ അല്പസമയത്തിനകം തന്നെ നടക്കാൻ പോകുന്ന ഉന്നതതല യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു ജില്ലയിൽ മാത്രം ഉണ്ടാകുന്ന പ്രശ്നമല്ല. ഈ വനാതിർത്തിയുമായി ബന്ധപ്പെട്ട ജനവാസ മേഖലകളിലേക്ക് കടുവ അടക്കമുള്ള വന്യജീവികൾ തുടർച്ചയായി വരുന്നത് ജനങ്ങൾക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട്. അതിനെ എങ്ങനെ കാര്യക്ഷമമായി പ്രതിരോധിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചയായി വരാൻ പോകുന്നത്. ഈ മയക്കുവെടി വെക്കുക എന്നുള്ള എല്ലാ സമയത്തും ഒരേപോലെ പ്രാവർത്തികമാക്കി കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിക്കാം, ഈ വന്യജീവി വനാതിർത്തികളിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിഷാദ്, സൈഫ്, വിവരങ്ങൾ